ശ്രീമാത്രേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. നമുക്ക് ലളിതാ സഹസ്രനാമത്തിൽ നിന്ന് തന്നെ ഒരു കഥ ഇന്ന് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അതിന്റെ പേരെന്താണെന്ന് നമുക്ക് അവസാനം ഇത് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാക്കാം. അപ്പോ നമ്മള് എല്ലാ മനുഷ്യരും ഒരു ജീവൻ ഭൂമിയിൽ വരുമ്പോൾ, ഒരു ശരീരം സ്വീകരിച്ചു വരുമ്പോൾ, ഞാൻ ആര്, എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്, എന്താണ് നേടേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ലക്ഷ്യം, ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ സാധന അല്ലെങ്കിൽ ഉപാസന എന്ന് പറയുന്നത്. അപ്പൊ ആദ്യ ഉത്തരം എന്താണ് നമുക്ക് കിട്ടുന്നത്? ഞാൻ ആര്? ഞാൻ ബ്രഹ്മം, അല്ലേ? പരമാത്മാവാണ്. ഇപ്പൊ രണ്ടാമത് എന്തിനാണ് ഭൂമിയിൽ വന്നത് എന്ന് ചോദിച്ചാൽ സാധന ചെയ്യാൻ, അല്ലേ? ട്രെയിനിങ്. എന്തിനും നമുക്ക് ട്രെയിനിങ് വേണം, അല്ലെ? എന്തിലും നമ്മൾ എക്സ്പേർട്ട് ആവുന്നത് എങ്ങനെയാ? ഒരു ട്രെയിനിങ്ങിൽ പോവുക. നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞും ട്രെയിനിങ്. ഇപ്പൊ ഒരു MBBS പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹൗസ് സർജൻസി എന്ന് പറയുന്നത് എന്താ? അതിൽ ട്രെയിൻ ചെയ്യുക. അപ്പൊ ആത്മീയ സാധനകൾക്ക് തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന് അറിയാനായിട്ട് ഈ ഭൂലോകത്തിൽ തന്നെ വന്നെങ്കിലേ സാധ്യമാവുള്ളൂ. കാരണം എന്താ? അതിനു വേണ്ടിയിട്ട് പുണ്യം സമ്പാദിക്കണം. ഇപ്പൊ ഭൂമി സുഖം തരുന്ന സ്ഥലമാണ്, അല്ലെ? എന്താണ് ഭൂമിക്കുള്ള പ്രത്യേകത? ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ, ആഹാരം, നല്ല ജപം എല്ലാം നമുക്ക് ഭൂമിയിൽ കിട്ടും. പിന്നെ മൂന്നാമതായിട്ട് തന്റെ ലക്ഷ്യം എന്താണ്, ഇല്ലേ? എന്താണ്, എന്ത് ലാഭനഷ്ടം, ഇല്ലേ? എന്താണ് നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്നത്? ഇപ്പൊ എനി ആക്ഷൻ വിൽ ഹാവ് എ റിസൾട്ട്, അല്ലെ? ഏത് കർമ്മത്തിനും ഫലമുണ്ട്. അപ്പൊ സത്യത്തെ സത്യമായിട്ട് അറിയണം. അപ്പൊ സർവ അന്തർയാമിനി സതി, എല്ലാവരുടെയും ഉള്ളില് ഈ സത്യമുണ്ട്, അത് നമ്മൾ അറിയണം. ഈ 3 ചോദ്യങ്ങളും നന്നായിട്ട് അറിയാമെങ്കിൽ ഈ പറയുന്ന ലളിതാ സഹസ്രനാമം നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. കാരണം ലളിതാ സഹസ്രനാമത്തില് ഏറ്റവും പ്രധാനം ദേവി വന്നത് എന്തിനാണ്, അല്ലെ? ദേവി ഭണ്ഡാസുരനെ വധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആത്മതത്വത്തെ മനസ്സിലാവുള്ളൂ, അല്ലെ? ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരമാണ് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത്. അപ്പൊ ആ ദേവി വരണമെങ്കിൽ അത്രയും ഉയർന്ന ഒരു അസുരനായിരിക്കണം അദ്ദേഹവും, ഇല്ലേ? അപ്പൊ ഈ അധ്യായം ഇനി അതിൽ തന്നെ നമുക്ക് ഭണ്ഡാസുര വധം എന്ന് പറയുന്ന അതിനെ നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടുള്ളൂ. നമ്മുടെ ഹൃദയപത്മം, ഹൃദയത്തിലെ 4 ചേംബറിൽ ഇരിക്കുകയാണ്, അല്ലെ? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അപ്പൊ ഈ ഹൃദയം എന്ന് പറയുന്ന ഹാർട്ടിന് 4 അറകള്. ശ്രീമൻ നഗരത്തിന് 4 ശിഖരങ്ങൾ നമ്മൾ കണ്ടു, ഇല്ലേ? ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ. 3 ചുറ്റു ശിഖരങ്ങളുള്ള ദേവിയുടേത് നടുക്കിരിക്കുന്ന ശിഖരം ഏറ്റവും ഉയർന്നത്. അപ്പൊ സുധാസാഗരത്തിന്റെ മധ്യത്തില് മഹാപീഠസ്ഥയായിട്ടിരിക്കുന്ന ദേവി. മനുഷ്യന് രക്തം വേണം എന്നാലേ ജീവിക്കാൻ പറ്റൂ, ഇല്ലേ? രക്തത്തിലാണ് ഓക്സിജൻ കണ്ടന്റ് കൂടുതലുള്ളത്, അതിന് ചുവപ്പ് നിറമാണ്. അപ്പൊ ദേവന്മാർക്ക് അമൃതമാണ് വേണ്ടത്, അതിന്റെ നിറം എന്താണ്? വെള്ള നിറമാണ്. അപ്പൊ മനുഷ്യന് രക്തം ചുവപ്പ് നിറം, ചുവപ്പ് എന്ന് പറയുന്നത് കരുണയുടെ നിറമാണ്, കമ്പാഷൻ. അപ്പൊ ദേവി സർവം നോക്കുകയാണെങ്കിൽ ദേവി സർവാരുണ, അമ്മയുടെ എല്ലാ ഭാഗവും എല്ലാം ചുവപ്പ് നിറമാണ്, ചുവപ്പ് മയമാണ് അമ്മ. വിമർശ ശക്തി എന്ന് പറഞ്ഞാൽ ചുവപ്പാണ്. അപ്പൊ കരുണയുടെ രൂപത്തിലിരിക്കുന്നവൾ, കരുണയുടെ വടിവാണ് ദേവി. അപ്പൊ നമ്മുടെ ഹൃദയപത്മത്തെ ശ്രീമൻ നഗരമായിട്ട് കണ്ട് പരാശക്തിയെ തന്നെ പരമാത്മാവായിട്ട് കണ്ട് പൂജിക്കാൻ സാധകന് നിശ്ചയമായിട്ടും സാധിച്ചാൽ സദാശിവനിലെ ലയം സാധിക്കും. സദാശിവനാകുന്ന പലകയിൽ ഇരിക്കുകയാണ് ദേവി, അല്ലെ? സദാശിവൻ എന്താണ്? അനുഗ്രഹമാണ്. അപ്പൊ മഹാപീഠം എന്ന് പറഞ്ഞാൽ ദേവീ പീഠം. അപ്പൊ സുമേരു മധ്യശൃംഗം, സുധാസാഗര മധ്യം, അത് മാനസ പൂജ ഹൃദയപത്മത്തിൽ ചെയ്യുന്നവന് സദാശിവ തത്വം മനസ്സിലാക്കി കൊടുക്കും ഈ മഹാകാളിയായിരിക്കുന്ന ദേവി. അപ്പൊ ദേവിക്ക് ആരോടും കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല, അല്ലെ? 3 ഗുണങ്ങളെയും ജയിച്ചവളാണ് ദേവി. അപ്പോൾ ത്രിഗുണാത്മികയായിരിക്കുന്ന ദേവി ഗുണങ്ങളോട് വരുന്നതും ദേവി തന്നെയാണ്, ഗുണങ്ങളെ അതിക്രമിച്ച് നിൽക്കുന്ന തുരീയത്തിൽ നിൽക്കുന്നതും അമ്മയാണ്. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് ആദിയും അന്തവും ഇല്ലാത്ത ഒരു ശക്തിയാണ്, ശക്തി വിശേഷം എന്ന് പറയാം. അപ്പൊ ജീവനും ആ സ്ഥിതി അടയാൻ സാധിക്കും. അപ്പൊ ജനനം, മരണം, ജീവിതം ഇതൊന്നും ഇല്ലാത്ത ഒരവസ്ഥ, ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, നിജസ്ഥിതി എന്ന് പറയുന്നത്. നമ്മളെല്ലാം നാമരൂപങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് ശരീരത്തിലേക്ക് വരുന്നത്. ആ അറിവ് ലഭിക്കുന്നത് വരെ നമ്മൾ ഭൂമിയിൽ വന്ന് ശരീരം സ്വീകരിച്ചുകൊണ്ടേയിരിക്കും, ഈ ജനന മരണ ചക്രത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ ശരീരം ദേവിയുടേതാണ്, ഭഗവതി ഇവിടെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ശരീരം ക്ഷേത്രമായിട്ട് മാറും. അപ്പൊ ദേവി തന്റെ ആ ഒരു
എന്താ പറയുക, ഡിവൈൻ ഫോം. സാധകർക്ക് തന്നെ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക്, പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുന്നവർക്ക് അത് കാണിച്ചു കൊടുക്കും. ഇല്ലേ? തീർച്ചയാണ് അമ്മയാണ്. അപ്പൊ ഭണ്ഡൻ എന്ന് പറഞ്ഞാല് മന്മഥന്റെ ധൂളിയിൽ നിന്ന് ഉണ്ടായത്. അപ്പൊ ശിവഗണങ്ങളിലെ ചിത്രസേനൻ അതിനെ കുഴച്ച ഒരു രൂപമുണ്ടാക്കിയെന്നും അദ്ദേഹത്തെ ഭണ്ഡൻ എന്ന് വിളിച്ചു എന്നും നമ്മൾ കഥ അറിയാം നമുക്ക്, അല്ലെ? എന്തിനാണ് ശരിക്കും? ആ ശിവനോടുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിന്റെ അടുത്തുള്ള സ്നേഹം. ശിവൻ നോക്കിയത് കൊണ്ടാണ് ആ ഒരു ബൊമ്മയ്ക്ക്, ആ ചാമ്പല് കുഴച്ച് നിർജീവമായിരുന്ന ആ പ്രതിമയ്ക്ക് ശക്തി കിട്ടി. ജീവൻ വെച്ചത് ശിവന്റെ നോട്ടം കൊണ്ടാണ്. അപ്പൊ ശിവനോടുള്ള ആ ഒരു അനുഗ്രഹഭാവം, ശിവനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് എങ്ങനെയാണ്? ശതരുദ്രീയം ജപിച്ച് ശിവന്റെ അനുഗ്രഹം നേടിക്കൊണ്ടാണ്. അപ്പൊ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് സ്ത്രീയുടെ സ്ത്രീയുടെ കൈ കൊണ്ട് മാത്രമേ മരണം സാധിക്കുള്ളൂ എന്നൊരു വരവും വാങ്ങി. ഇത് ഭണ്ഡനെ അഹങ്കാരിയായിട്ട് മാറ്റി. 60 വർഷം ഭരിച്ചു. അപ്പൊ നല്ല ആളുകളെ പിന്നെ എന്താ, നല്ല ആളുകളെ ആക്രമിക്കാനും ഭൂലോകം, സ്വർഗം, പാതാളം എല്ലാം കീഴടക്കാനും തുടങ്ങി. ആ ഭണ്ഡന്റെ ആ ഒരു രാജധാനി എന്ന് പറയുന്നത് ശോണിതപുരം എന്നറിയപ്പെട്ടു. ഭണ്ഡൻ എന്നാല് ശരിക്കും പറഞ്ഞാൽ നല്ലത് എന്ന് നമുക്ക് അർത്ഥം എടുക്കണം. ബ്രഹ്മദേവൻ പറഞ്ഞതാണിത്. കാരണം ഭണ്ഡ ഭണ്ഡ എന്ന് വിളിച്ചപ്പോ നന്നായി നന്നായി എന്നാ പറഞ്ഞത്. നമ്മുടെ ശരീരത്തിൽ നല്ലതായിട്ടുള്ള ഒന്ന് എപ്പോഴും മോശത്തെയും ചെയ്യും. അത് നമ്മൾ അറിയണം. അതിന്റെ പേരാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പോ ആ ഒരു അന്നാത് മനഃ, നമ്മുടെ ജീവൻ തന്നെയാണ് ഭണ്ഡൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും താത്വികമായിട്ട് നമ്മളൊരു കഥയായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തില് നമുക്ക് എങ്ങനെ ഈ ശരീരത്തെ അതിക്രമിക്കാം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയെ നമുക്ക് എങ്ങനെ നേടാം എന്ന് വളരെ മനോഹരമായിട്ട് പറഞ്ഞ് തരുന്ന ഒരു കഥയാണ് ഭണ്ഡന്റെ കഥ. അപ്പൊ നമ്മുടെ ജീവൻ തന്നെയാണ് ഭണ്ഡനായിട്ട് സങ്കല്പിക്കുക. ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ആ ജനിക്കുന്നത് കാണുമ്പോൾ നമ്മളെല്ലാ കുഞ്ഞിനെ നോക്കിയിട്ട് എന്താ പറയുന്നത്? നല്ല കുഞ്ഞ്, അല്ലേ? അതിനെ ഒരു കൊച്ചു കുഞ്ഞിനോട് ആർക്കെങ്കിലും വിരോധം ഉണ്ടാവുമോ? എല്ലാവരും നല്ലതാണ്. അപ്പൊ നല്ലത് നല്ലത് എന്ന് പറയണു. എന്നാൽ കുറച്ചു പേര് മരിക്കുമ്പോ നമ്മൾ എന്താ പറയുന്നത്? അത് ആ മനുഷ്യൻ നല്ലതല്ലായിരുന്നു, ചീത്ത ഒരു മനുഷ്യനായിരുന്നു, അല്ലേ? ലോകത്തിന് ഒരു ഉപകാരവും ചെയ്തിട്ടില്ല, തൻ്റേത് മാത്രമായിട്ട് ജീവിച്ചു. അപ്പൊ ജനിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ നല്ലതെന്ന് പറയണു, മരിക്കുമ്പോൾ നല്ലത് ചീത്ത എന്ന് പറയുന്ന അഭിപ്രായം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അപ്പൊ നമ്മുടെ മനസ്സ് തന്നെയാണ് കാമനും കാമദേവനായിട്ടിരിക്കുന്നതും ഭണ്ഡനായിട്ടിരിക്കുന്നതും. ഒരു ശരീരം നശിക്കുമ്പോൾ ആ ഒരു ജീവൻ എന്ത് യാത്ര തുടങ്ങുകയാണ് അവിടുന്ന്. അപ്പൊ അടുത്ത ശരീരത്തിലേക്കാണ് ആ ജീവൻ യാത്ര ചെയ്ത് എത്തിച്ചേരുന്നത്. അപ്പൊ പരമേശ്വര തത്വത്തിൽ ലയിക്കാൻ ആഗ്രഹിക്കാത്തവര് വീണ്ടും വീണ്ടും മനുഷ്യ ശരീരത്തിലേക്ക് പോണു. അപ്പൊ ജീവൻ, പുരുഷൻ, ശിവൻ, അത് എന്താ പറയുക, ഇതെല്ലാം തന്നെ ജീവന്റെ പേര് പല പേരുകളാണ്. കാരണം പുരത്തിൽ ശയിക്കുന്നവൻ പുരുഷൻ, ശിവൻ തന്നെയാണ് ജീവനായിട്ട് തീരുന്നത്. അപ്പൊ ഈ ജീവൻ, പുരുഷൻ, ശിവൻ തന്നെ ജീവൻ കൊടുക്കുന്നത്. കാരണം അച്ഛനാണ് ജീവൻ, അല്ലെ? അച്ഛനാണ് ജീവൻ കൊടുക്കുന്നത്. അല്ലെ? എങ്ങനെയാണ് ജന്മം കൊടുക്കുന്നത്? അച്ഛനിൽ നിന്ന് വരുന്ന ബീജമാണ്, അല്ലെ? അപ്പൊ നമ്മളെല്ലാം ജനിക്കുമ്പോൾ നല്ല ജീവൻ തന്നെയാണ്. ഇപ്പൊ പ്രാരാബ്ധങ്ങള്, നമ്മൾ ആരുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ചുറ്റുപാടുകള്, അല്ലെ? സർക്കംസ്റ്റൻസസ്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള് എല്ലാം ഒരാളെ നല്ലതും ചീത്തയുമാക്കി തീർക്കണു. അപ്പൊ ഇത് നമ്മളെ പോലെയുള്ള ജീവന്റെ കഥ തന്നെയാണ് ഭണ്ഡാസുരന്റെ കഥ എന്ന് മനസ്സിലാക്കണം. തന്റെ സ്വരൂപം മറന്ന ഭണ്ഡൻ അഹങ്കാരം കൊണ്ട് ബാക്കി ആളുകളെ ഉപദ്രവിക്കാൻ തുടങ്ങുകയും അമ്മയ്ക്ക് മാത്രമേ മക്കളോടുള്ള കരുണയുള്ളൂ, ഇല്ലേ? അപ്പൊ ഭണ്ഡനെ ഇല്ലാതാക്കാൻ ദേവി തന്നെ വരണം. വരങ്ങളാണ് ഭണ്ഡനെ അഹങ്കാരിയാക്കിയത്. അതുകൊണ്ട് എന്താ, വരങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോ എല്ലാം എന്താ പറയാ, മറന്നു, ഇല്ലേ? എല്ലാം മാറ്റണം. അപ്പൊ എന്നാലേ അഹങ്കാരം കുറയുള്ളൂ. അവിടെയാണ് ദേവിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. താൻ തൻ്റേത് എന്ന് വിചാരിച്ച ശക്തികളെല്ലാം തന്നെ ഭണ്ഡനെ വിട്ടുപോയി. മക്കള്, സഹോദരന്മാര്, ബന്ധുക്കള്, മിത്രങ്ങള് എല്ലാം തീർന്നിട്ട്, എല്ലാം പോയി കഴിഞ്ഞ്, എല്ലാം മരണത്തിന് അടിമപ്പെട്ടു. ഭണ്ഡൻ ഒറ്റയ്ക്കായി, അല്ലെ? ഭണ്ഡനോ കൈവിട്ട്. അപ്പൊ എന്താണ് നമ്മുടെ ആണവ മലം ഇല്ലാതായി എന്നർത്ഥം. അപ്പോഴാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് അഹങ്കാരം വിട്ടുപോകുമ്പോഴാണ് എല്ലാ ബന്ധങ്ങളിൽ നിന്നും നമ്മൾ മുക്തരാകുന്നത്. ഇത് തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. മുക്തി നമ്മുടെ റൈറ്റ് ആണ്. നമ്മൾ ബർത്ത് റൈറ്റ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ജന്മാവകാശമാണ് മുക്തി. അത് നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. ആരും നമുക്ക് വന്ന് തരില്ല. അപ്പൊ മുകുന്ദ, മുക്തി നിലയ, മൂലവിഗ്രഹ രൂപിണി, അല്ലെ? നാം തന്നെ പ്രയത്നം ചെയ്തത് നേടിയെടുക്കണം. അപ്പൊ വേദങ്ങള്, ഉപനിഷത്തുക്കള്, പുരാണങ്ങള്, മന്ത്രങ്ങള്, സത്സംഗങ്ങൾ ഇവയെല്ലാം പ്രയോജനപ്പെടുത്തി ജീവനെ നമ്മൾ ഉയർത്തണം. ഒരു ജീവന്റെ ആണവമലം എന്ന് പറഞ്ഞാല് തന്റെ സ്വരൂപം അറിയാതെ
മറ്റുള്ള ശക്തികളിൽ മനസ്സ് വെച്ച് അഹങ്കാരിയായിട്ട് ജീവിക്കുന്ന ജീവൻ. ഈ ശക്തികളെല്ലാം നമ്മളെ വിട്ടുപോകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്ന് അറിയുന്നുള്ളൂ. അതിനെയാണ് ഈശ്വര കൃപ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത്. അപ്പൊ ഭണ്ഡാസുര വധോദ്യുക്ത ബാലാവിക്രമ നന്ദിത ദേവർഷീഗണ സംഘാത സ്തൂയ മാനാത്മ വൈഭവ 64 മുതൽ 83 വരെയുള്ള മന്ത്രങ്ങള് ആ ഒരു ഒറ്റ അധ്യായത്തില് ദേവഋഷികളുടെ സംഘം ദേവിയെ സ്തുതിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പൊ ദേവൻ, ദേവൻ എന്ന് പറഞ്ഞാൽ ആരാ? പ്രകാശമുള്ളവൻ, നല്ല മനസ്സുള്ളവൻ. ഋഷി എന്ന് പറഞ്ഞാല് ലോകത്തിന് നന്മ ചെയ്യുന്നവൻ. അല്ലെ? പലപ്പോഴും അവർ ശാപം കൊടുക്കും. നല്ലവരും ചീത്തയും എല്ലാവരും ആ ഒരു ഭണ്ഡനെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം എന്താ? ജനിക്കുമ്പോൾ എല്ലാവരുടെ ശരീരത്തിലും പുണ്യം, പാപം, നല്ലത്, ചീത്ത ഇതെല്ലാം ഉണ്ട്. അപ്പൊ എല്ലാ അസ്ത്രങ്ങളും ഈ ശരീരത്തിലുണ്ട്. അപ്പൊ ഇത് എങ്ങനെ ഇല്ലാതാക്കും? ധ്യാനം കൊണ്ട് അറിഞ്ഞ് നമ്മൾ ഓരോ നിമിഷം ആ ഓരോന്നിനെയും അതിനെ ഇല്ലാതാക്കണം. പൂർവ്വജന്മ പാപങ്ങൾ പോലും ഇപ്പോൾ ഇല്ലാതാക്കാൻ പറ്റും. എന്നാലേ ഞാൻ ആരാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. കാരണം എന്താ? ആത്മവിദ്യയാണ് ശ്രീവിദ്യ, അല്ലേ? ദേവി ഭണ്ഡാസുരനെ വധിക്കാൻ തീരുമാനിച്ചു. ദേവിയുടെ കയ്യിൽ പലതരത്തിലുള്ള അസ്ത്രശസ്ത്രങ്ങളുണ്ട്. സമ്പത്കരി എന്ന് പറയുന്ന ആന. സമ്പത്തുള്ളവർക്ക് മതം ഉണ്ടാകും, അല്ലെ? സത്യത്തെ അറിയാനുള്ള വിവേക ശക്തി അവർക്ക് ഇല്ലാതിരിക്കും. സമ്പത്കരി ദേവി ആനക്കൂട്ടങ്ങളുടെ തലൈവിയാണ്. ദേവിയുടെ അങ്കുശം, ഈ ദേവി നമ്മളുടെ ഗർവം അല്ലെങ്കിൽ അഹങ്കാരം അതിനെ ഇല്ലാതാക്കും. അതാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളിൽ നമുക്കുണ്ടോ എന്നുള്ള അഹങ്കാരം. അശ്വാരൂഢ എന്ന് പറഞ്ഞാൽ എന്താ? അശ്വം എന്ന് പറഞ്ഞാൽ ശക്തി. അപ്പൊ ദേവി കുതിരപ്പുറത്തിരുന്ന് മനസ്സിനെ കൺട്രോൾ ചെയ്യണു. അല്ലെ? എങ്ങനെയാണ് മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്? നമുക്ക് വിവേകം, അറിവ് ഇതെല്ലാം നല്ല മാർഗത്തിൽ കൊണ്ടുവരുന്ന ദേവിയാണ് അശ്വാരൂഢ. അപ്പൊ ഇതൊക്കെ ആ ഒരു ചീത്ത രീതിയിലും കൊണ്ടുപോകാം. അപ്പൊ അതിനെ നിയന്ത്രിക്കുന്ന ശക്തി എന്നർത്ഥം. അപ്പൊ അശ്വാരൂഢ നമുക്ക് പുറത്ത് 2 കൈ, അകത്ത് 2 കൈ, അല്ലെ? ആ കൊടുക്കുന്നതിനെ തടുക്കുന്ന കൈകളില് ദേവിക്ക് 4 കൈകളാണ് നമ്മൾ കാണുന്നത്, അല്ലെ? എല്ലാം കൊടുക്കുന്ന, അതായത് മനുഷ്യന്റെ ബലം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. 1000 ശക്തികൾ മനസ്സിലുണ്ട്. അപ്പൊ ചക്രരാജം എന്ന് പറഞ്ഞാൽ എന്താ? ശ്രീചക്രം. അവിടെ നവശക്തികള്, അതായത് 43 ശക്തികള്, 3 ഗോപുരങ്ങള്, നടുക്കുള്ള ഒരു ഗോപുരം ബിന്ദു രൂപത്തിൽ അവിടെ ദേവി ഇരിക്കുന്നു. ദേവി എന്നും നിത്യനൂതനമാണ്. ഇപ്പൊ ചക്രരാജം എന്ന് പറഞ്ഞാൽ കിരിചക്രം, ഗേയചക്രം എന്നീ 3 രഥങ്ങളുണ്ട്. അതിന്റെ നടുക്ക് ചക്രരാജം എന്ന് പറയുന്ന ശ്രീചക്രം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം തന്നെയാണ് രഥം, അല്ലെ? നമ്മുടെ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ, പാപങ്ങൾ ചെയ്യുന്നതും പുണ്യം ചെയ്യുന്നതിനും മാത്രമാണ് ഈ ശരീരം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ 3 തരത്തിലുള്ള രഥങ്ങള് ഈ ചക്രരാജം എന്ന് പറയുന്ന, അതായത് മനുഷ്യനായി പിറന്നാല് ഈ 3 തരത്തിലുള്ള രഥവും നമ്മുടെ ഈ ശരീരത്തിൽ തന്നെ ഉണ്ട്. നമ്മൾ ധർമ്മം ചെയ്യണം. നമ്മുടെ ജന്മ കാരണമായിട്ട് കാരണമായ പ്രാരാബ്ധത്തെ അറിഞ്ഞ് ആ ഒരു പര പര എന്ന് പറയുന്ന ആ ശക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് ധർമ്മം ചെയ്ത് ജീവിക്കണം. വിവേക ബുദ്ധി വേണം നമുക്ക്. ആ ഒരു ദേവനാകണം. അപ്പൊ എന്നാലേ ദേവകാര്യ സമദ്യുത, അമ്മ ദേവൻ വിളിച്ചപ്പോഴാ വന്നത്, അല്ലെ? മനുഷ്യര് വിളിച്ചപ്പോ വന്നില്ല. മനുഷ്യന് ദേവനാവാനും മൃഗമാവാനും സാധിക്കും. ഇത് കാരണം എന്താ? ഈ 2 ശക്തികളും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ ദേവനാകണം, മനുഷ്യനിൽ നിന്ന് ഉയരണം. എങ്ങനെയാ ഉയരാൻ പറ്റുന്നത്? അറിവ് കൊണ്ട് മാത്രമേ നമുക്ക് ഉയരാൻ സാധിക്കുള്ളൂ. അറിവ് കൊണ്ട് നമ്മൾ നേടേണ്ടത് എന്താണ്? ആ ഉയർന്ന ശക്തി. ഇത് നമ്മുടെ ശരീരമല്ല, ഇത് ദേവി നമുക്ക് തന്ന ശരീരമാണ്. ഇവിടെ ഇരിക്കുന്നത് ദേവി തന്നെയാണ്. രഥം എന്ന് പറഞ്ഞാൽ ഉപാധി എന്ന് എടുക്കാം, ശരീരമാകുന്ന ഉപാധി. ശരീരം ശ്രീചക്രമാണ്, ഹൃദയസ്ഥാനം ബിന്ദുവാണ്, മന്ത്രിണി എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ, അല്ലെ? ചിന്താമണി ഗ്രഹത്തില് ആ ഒരു അഷ്ടമുദ്രയായി ആ ഒരു മുദ്ര മോതിരം കൊടുത്ത് ലളിതാദേവി കൊടുത്ത് തന്റെ പ്രധാന എന്താ പറയാ പ്രധാനമന്ത്രിയാക്കി തീർക്കുന്ന ദേവിയാണ് ശ്യാമാദേവി. ഇപ്പൊ ഗേയചക്രം എന്ന് പറഞ്ഞാൽ സാത്വിക വിഷയങ്ങൾ മാത്രം. ഗേയചക്രം എന്ന് പറഞ്ഞാൽ പാടി പുകഴ്ത്തുന്ന ചക്രം. അപ്പൊ ശ്യാമളാദേവി ആ ദേവി വരുന്ന ചക്രത്തെയാണ് നമ്മൾ ഗേയചക്രം എന്ന് പറയുന്നത്. ഇനി കിരിചക്രം, അതില് ദണ്ഡനാഥ എന്ന് പറയുന്ന വാരാഹി ദേവിയാണ്. ഭയങ്കരമായിട്ടുള്ള ശക്തിയുള്ള ദേവിയാണ്, മന്ത്രസിദ്ധിയുള്ള ദേവതയാണ്. അപ്പം ദണ്ഡന കൊടുക്കുന്നവളാണ് ദേവി. അപ്പൊ അസുരശക്തിയെ ഇല്ലാതാക്കുന്നവൾ. അപ്പൊ പരാശക്തി ആയിരിക്കുന്ന ദേവിക്ക് ചുറ്റുമുള്ള 9 പ്രധാന ദേവതകള് ആ ഒരു മടിയില് ബാലാത്രിപുര സുന്ദരി. അപ്പൊ ചതുർദശി തിഥിയുടെ ദേവിയാണ് ജ്വാലാമാലിനി. 5 ശക്തികൾ ചേർന്നതാണ് അഗ്നിശക്തി എന്ന് പറയുന്നത്. നമ്മുടെ കോപം അഗ്നി പോലെയാണ്.
അല്ലെ? നാക്ക്, കണ്ണ്, നാവ് തുടങ്ങിയവയിൽ നിന്നെല്ലാം അഗ്നി വർഷിക്കുമ്പോൾ നമ്മുടെ 5 കോശങ്ങളില് 5 ശക്തികൾ ഇരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. അപ്പൊ തപസ് എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. ഇപ്പൊ ശരീരത്തിലുള്ള പ്രാരാബ്ധങ്ങൾ അത് ഇല്ലാതാക്കുന്നു. നവഗ്രഹങ്ങളുടെ പ്രാരാബ്ധം, നവഗ്രഹങ്ങളുടെ 9 ശക്തികൾ, നവാവരണ ശക്തികൾ എല്ലാം ഇല്ലാതാക്കും. അപ്പോ ഭണ്ഡൻ എന്ന് പറഞ്ഞാല് ആ ജീവൻ, അത് ശരിക്കും പറഞ്ഞാൽ എന്നും ജനിക്കുമ്പോൾ നല്ലത് തന്നെയാണ്, അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞ അവിദ്യ കൊണ്ട്, ഡ്യൂ ടു ഇഗ്നറൻസ്, അതെന്താ, ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ ശരീരമാണ് സത്യം എന്ന് തെറ്റിദ്ധരിച്ചു പോണു. അപ്പൊ അത് എന്താ ആ അങ്ങനെയുള്ള തെറ്റിദ്ധാരണയാണ് അത് മറ്റുള്ളവർക്ക് ശല്യമായിട്ട് തീരുന്നത്, അല്ലെ? മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. പിന്നെ ഒരാളുടെ എന്താ പറയാ മരണത്തിന് ശേഷം, ആ ഒരു ദഹനത്തിന് ശേഷം ശരിക്കും പറഞ്ഞാല് ആ ഒരു ഈ ഒരു ജീവൻ എന്ന് പറയുന്നത് വേറൊരു ശരീരത്തെ സ്വീകരിക്കുന്നു. കാരണം അതുവരെ എവിടെയാണ്, ആ ഒരു ഈ പ്രപഞ്ചത്തിലും പ്രപഞ്ചാതീതമായിട്ട് പല ലോകങ്ങളിൽ അത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇല്ലേ? എന്താണ്, ഈ അമ്മയുടെ തീരുമാനം അനുസരിച്ച് മാത്രമേ വേറൊരു ഒരു ശരീരത്തെ കിട്ടുള്ളൂ. അപ്പൊ ജീവൻ, പുരുഷൻ, ഇല്ലേ? ശരിക്കും പറഞ്ഞ പരംപുരുഷൻ. ജീവനും പുരുഷനും ഒന്നു തന്നെയാണ്. ആ ജീവൻ ആത്മാവായിട്ട് എല്ലാം ആണവ, മായിക, കാർമിക മല ത്യാഗം കഴിയുമ്പോൾ അത് പുരുഷനായിട്ട് തീരണം. അതാണ് പരംപുരുഷൻ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ മനുഷ്യ ശരീരത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഡിവൈൻ ജേർണിയാണ്. ഒരു പുതിയ ഡിവൈൻ എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ തലത്തിലുള്ള ഒരു യാത്ര തന്നെയാണ്. അതുകൊണ്ട് ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും പറഞ്ഞാല് ഈ ശരീരത്തിനെ നയിക്കുന്നതും ഇത് കഴിഞ്ഞ് ഈ ശരീരം വിട്ടുപോകുന്നതും ഈ ആത്മാവാണ്. ശരിക്കും ഈ ജീവന്റെ ആഗ്രഹം എന്താണ്, ശരിക്കും പറഞ്ഞാല് ദേവിയുമായിട്ട് ചേരുക, അല്ലെ? ആ ഒരു ഫ്രീ ഫ്രം ട്രാൻസ്മൈഗ്രേഷൻ, അതിനെയാണ് സാൽവേഷൻ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു യാത്ര അവസാനിപ്പിക്കുക. ജീവൻ എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എന്താ, അതിനെപ്പോഴും അതിന്റെ സോഴ്സ്, അതിന്റെ ഉത്ഭവ സ്ഥാനമായിട്ട് മോജ് ചെയ്യാനാണ് ഇഷ്ടം. പക്ഷേ കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീർക്കാൻ വേണ്ടി പല പല ശരീരങ്ങളിലൂടെ അത് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ ലളിതാ സഹസ്രനാമത്തിലൂടെ 14 ചാപ്റ്റേഴ്സ്, 14 അധ്യായങ്ങളിലൂടെ 14 മാർഗങ്ങളിലൂടെ ആ ദേവിയുടെ അടുത്ത് നിന്ന് ഭൂമിയിൽ വന്ന ഓരോ ജീവനും തിരിച്ചു പോകാൻ ഏത് വഴി പോണം എന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള വഴികൾ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോ മോക്ഷം എന്ന് പറയുന്നത് ആ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്, അല്ലേ? അത് വേണ്ടിയവർക്ക് എടുക്കാം, പക്ഷെ അതിന് എഫേർട്ട് എടുക്കണം. അതിന് നമ്മൾ എന്താ പറയാ ഉപാസനാ മാർഗങ്ങൾ സ്വീകരിക്കണം, കഠിനമായിട്ട് നമ്മൾ പ്രയത്നിക്കണം. എന്നാൽ മാത്രമേ അത് കിട്ടുള്ളൂ. ആരും നമുക്ക് കൊണ്ട് തരില്ല. കാരണം നമ്മൾ ഈ കർമ്മങ്ങൾ ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാണ്. അപ്പൊ ആത്മാവ്, അതിന്റെ താഴെ ജീവൻ എന്ന തുടിപ്പ്, ആ സ്പന്ദന ശക്തി. അപ്പൊ ഈ ഫോഴ്സ്, അല്ലാതെ ഈ ശക്തി ഇല്ലെങ്കിൽ ശരീരം പ്രേതമായിട്ട് തീരും, അല്ലെ? പ്രേത സമമാവും. അപ്പൊ ത്രിമൂർത്തികൾക്ക് പോലും ഈ സ്പന്ദനം വേണം. ഈ ശരീരം ഒരു വാടക വീട് മാത്രമാണ്. ഇതിലിരുന്ന് കുറച്ച് പൈസ ഉണ്ടാക്കി സ്വന്തം വീട് വാങ്ങി അങ്ങോട്ട് മാറണം, അല്ലെ? ഇവിടെ ഇരുന്ന് ഉപാധി മാർഗങ്ങള്, പൂജ, സത്സംഗങ്ങള്, ഉപാസന, ഇതെല്ലാം തന്നെ നമുക്ക് പുണ്യം സമ്പാദിക്കാൻ, നമുക്ക് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ, പുണ്യം സമ്പാദിക്കണം. അതിനുള്ള മാർഗങ്ങളാണ്. ഇത് നമ്മൾ തന്നെ കണ്ടെത്തണം. ശരീരം ഒരു ഉപാധിയായിട്ട് സുഖം മാത്രം അനുഭവിച്ച് ഇവിടെ ജീവിച്ചു പോയി കഴിഞ്ഞാൽ അനേക ശരീരങ്ങളിലൂടെ ദുഃഖങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ശരീരം എന്ന ഉപാധി, ഇല്ലേ, ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അത് സ്വന്തമായിട്ട് നമ്മൾ വാങ്ങിക്കണം. അത് നമുക്ക് എന്താ തരാനായിട്ട് ആരാ, നമ്മുടെ അമ്മയുടെ മെറ്റേണൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ശിവനാണ്. നമ്മൾ കണ്ടു അത് നമ്മൾ അമ്മയെ ഉപാസിച്ച് അമ്മയിലൂടെ നേടിയെടുക്കണം. നമ്മൾ അവിടെ എത്തിച്ചേരണം. ഭണ്ഡാസുരൻ എന്നാല് നല്ലതെന്ന അർത്ഥം നമുക്ക് എടുക്കാം. കാരണം നമ്മൾ എല്ലാവരും ജനിക്കുമ്പോൾ നല്ലവര് തന്നെയാണ്. അപ്പോ പിന്നെ വേറെ ഇംപെർമനന്റ് എന്നൊരു അർത്ഥമുണ്ട് ഭണ്ഡന്. ഇപ്പൊ ശരീരം ലഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ശരീരം ഇല്ലാതിരുന്ന ജീവൻ, അത് ജീവകണങ്ങളായിട്ട് ഫ്ലോട്ട് ചെയ്തിരുന്നു, അല്ലെ? ശരീരം കിട്ടുമ്പോഴാണ് ശരീരമായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പൊ ഭാണ്ഡം എന്ന ഒരു സഞ്ചി. എന്താണ് നമ്മൾ ഭാണ്ഡം? കാരണം ഭണ്ഡൻ എന്ന് പറഞ്ഞാൽ ഭാണ്ഡം കൊണ്ട് നടക്കുന്നവൻ. അപ്പൊ നമുക്കൊരു സഞ്ചിയുണ്ട്. ആ സഞ്ചിയില് സഞ്ചിതം, പ്രാരാബ്ധം, ആഗാമി എന്നീ സാധനങ്ങൾ ചേർന്ന ഒരു സഞ്ചി തൂക്കി നടക്കുന്ന ഒരു ജീവൻ. അത് തൂക്കി നടക്കുന്നതല്ലാതെ അതിനെ ഒന്ന് ഇറക്കി വെച്ചാല് അത് പിന്നെ അത് എങ്ങനെ വയ്ക്കാമെന്നുള്ള മാർഗങ്ങൾ നമ്മൾ ചിന്തിക്കുന്നില്ല. അതിനെ തൂക്കി അനേക ജന്മങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഒരു സഞ്ചി കയ്യിൽ കാണും, ഇല്ലേ? ഈ 3-ാമത്തെ അധ്യായം എന്ന് പറയുന്ന ഭണ്ഡാസുര വധം
അത് ദേവിക്ക് ആവിർഭവിക്കാനുള്ള കാരണം എന്താണ് എന്ന് പറയണത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഭണ്ഡാസുരൻ ആയിട്ട് വന്ന ഈ ഭാണ്ഡം എങ്ങനെ കയ്യിൽ വന്നു? അനേക ജന്മങ്ങളിലൂടെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അല്ലേ? 3 തരത്തിലുള്ള, അതായത് സഞ്ചിതം, പ്രാരാബ്ധം, ആഗാമി, ഇതെല്ലാം ചേർന്ന സഞ്ചി ഇരിക്കുന്നത് കൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ ആണ് ദേവി ആവിർഭവിക്കുന്നത്. അപ്പൊ ദേവി ആവിർഭാവത്തിനുള്ള കാരണമാണ് ഈ ഭണ്ഡാസുരൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ 3-ാം അധ്യായത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ശരീരമില്ലാത്ത ഭണ്ഡൻ അത് സൂക്ഷ്മ ശരീരത്തിൽ ഇരിക്കുകയാണ്. ആ ഭണ്ഡന് പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഒരു സ്ഥൂല ശരീരം ലഭിക്കണം. അതാണ് നമ്മുടെ ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ സ്ഥൂല ശരീരം കൊണ്ട് മാത്രമേ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ സാധിക്കൂ. അതിൽ മാത്രമേ പഞ്ചേന്ദ്രിയങ്ങളുള്ളൂ. സൂക്ഷ്മ ശരീരം എപ്പോഴും ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. പക്ഷെ അതെല്ലാം മറന്നുപോകും. ഭണ്ഡൻ നമ്മുടെ ജീവനാണ്. അപ്പൊ മനുഷ്യന് മാത്രം ബുദ്ധി കൊണ്ട് അറിഞ്ഞ് മോക്ഷത്തെ അടയാൻ സാധിക്കുള്ളൂ എന്ന് നമ്മൾ കണ്ടു. അപ്പൊ മനുഷ്യൻ അല്ലെ, മനസ്സിനെ കൺട്രോൾ ചെയ്ത് ജീവിക്കുന്നവൻ, മനനം ചെയ്യുന്നവൻ. അപ്പൊ പുണ്യം ഉണ്ടായാല് ഉയർന്ന ലോകങ്ങളിൽ എത്താൻ സാധിക്കും. പക്ഷെ മോക്ഷം മനസ്സിനെ നിയന്ത്രിച്ച് നേടേണ്ടതാണ്. അപ്പോ അസുസു രമതേ ഇതി അസുരൻ. അസുസു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നവൻ അസുരനാണ്. അപ്പോ നമുക്ക് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള, സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ആ ഒരു നമ്മൾ എന്താ പറയുക സുഖങ്ങളിൽ മാത്രം ആ ഒരു രമിക്കുന്നവൻ, അപ്പൊ അവന് മനുഷ്യന്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോണു. അതായത് അവൻ അസുരനായിട്ട് തീരണം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ദേവന്മാരുടെ ഗുണങ്ങളും അസുരന്മാരുടെ ഗുണങ്ങളും തുല്യമായിട്ടിരിക്കുന്ന ശരീരമാണ് മനുഷ്യ ശരീരം. ദേവനായി കഴിഞ്ഞാൽ പുണ്യം മാത്രം, അസുരനായി കഴിഞ്ഞാൽ പാപം മാത്രം ചെയ്യണം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഏകദേശം 50-50. അപ്പോ മനുഷ്യ ഗുണങ്ങൾ ഇല്ലാത്തവനാണ് അസുരൻ അല്ലേ? അപ്പൊ ഭണ്ഡാസുരൻ എല്ലാ അസ്ത്രശസ്ത്രങ്ങളും ഇല്ലാതാക്കി ശൂന്യം എന്ന് പറയുന്ന നഗരത്തില് ശോണിതപുരം എല്ലാം ദേവി ഇല്ലാതാക്കുകയാണ്. അപ്പൊ ദൂരെയുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നത് അസ്ത്രവും, അടുത്തുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നതിനെ ശസ്ത്രവും എന്ന് പറയണു. വാള്, കുന്തം തുടങ്ങിയത് ആ ഒരു ശസ്ത്രക്രിയ അടുത്തിരുന്ന് ചെയ്യുന്നത്. ശസ്ത്ര പ്രത്യസ്ത്ര വർഷിണി, നാരായണ ദശാകൃതി അല്ലെ, മുകുന്ദ, മുക്തിനിലയ. ഈ ജീവൻ ജനിച്ചാലും മരിച്ചാലും 10 ദിവസം പുലവാലായ്മയുണ്ട്. അപ്പൊ ജീവൻ 5 ക്രിയകള്: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരിയം, തുരിയാതീതം. അപ്പൊ തുരിയാതീത നില എന്ന് പറയുന്നതിനാണ് നമ്മൾ പരനില എന്ന് പറയുന്നത്. അപ്പൊ ശുദ്ധി ആകുന്നത് അപ്പോഴാണ്. ഈശ്വരന്റെ ആ ഒരു എന്താ പറയാ 5 കൃത്യങ്ങള്: സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. അത് ജീവന് പരമാത്മാവിനെയും ചേർക്കുന്ന പാലം. എന്താ പറയാ, ശരിക്കും പറഞ്ഞാല് ആ ഒരു ബ്രഹ്മ ഐക്യം, ജീവൻ പരമാത്മാവിൽ ചേരുന്നതിനുള്ള ഒരു പാലമാണ് ഈ ഒരു എന്താ പറയാ നാരായണ എന്നുള്ള മന്ത്രം. അമ്മേ നാരായണ അല്ലെ, ദേവി ശൂന്യക നഗരം, ജീവന്റെ ആ ഒരു ആസ്തി. ശരീരം എന്ന് പറയുന്ന ശൂന്യകം, ശോണിതപുരം എന്ന് പറയുന്ന രക്തപുരം, ചുവന്ന വർണ്ണമുള്ള നഗരം. അപ്പൊ ദേവി എന്താണ്? ആ കരുണയോടുകൂടി അല്ലെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ രക്തം കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ രക്തം കൊണ്ട് ജീവിക്കുന്ന ശരീരം സപ്തസാഗരം, സപ്തജന്മമായിട്ട് എടുക്കാം. എല്ലാ എന്താ പറയാ സപ്ത പിതൃക്കള്, സപ്ത ലോകങ്ങള്, 7 ലിറ്റർ രക്തം, ഇതെല്ലാം ഉള്ള ഈ ശരീരം ദേവി കാമേശ്വര അസ്ത്രം കൊണ്ട് നശിപ്പിച്ചു. എന്താണ് ഇതിന്റെ അർത്ഥം? ഭണ്ഡാസുരൻ ആ ഒരു അസ്ത്രം, അതായത് സർവാസുര അസ്ത്രം ദേവിക്ക് എതിരെ പ്രയോഗിച്ചു. അപ്പൊ ഇത് പ്രയോഗിച്ചപ്പോൾ ഇതുവരെ ഇല്ലാതിരുന്ന എല്ലാ രാക്ഷസന്മാരും തിരിച്ചു വരും. രാവണൻ, ഹിരണ്യകശിപു, രക്തബീജൻ, മഹിഷാസുരൻ എല്ലാവരും വരിവരിയായിട്ട് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ദേവിക്ക് ഇവരെ എല്ലാം ഇല്ലാതാക്കാൻ മഹാപാശുപതം എല്ലാം പ്രയോഗിച്ചു. ഭണ്ഡന് 30 കുട്ടികള് അല്ലെ, ബാലാ ത്രിപുര സുന്ദരി ഇവരെ വധിക്കുകയാണ്. ഈ 30 കുട്ടികൾ ഈ ജീവന്റെ 30 ദിവസങ്ങളാണ്. നമുക്ക് ഒരു മാസം എന്ന് പറഞ്ഞാൽ 30 നാളുകള് അല്ലെ, 30 ദിവസം. അപ്പോ ആ ഒരു അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ബ്രഹ്മമെന്ന് ഉണരാന് ജീവന് 30 ദിവസം മതി. ബാലാ ത്രിപുര സുന്ദരിയുടെ മുഖമാണ് ആ ഒരു മുഖപത്മം. അതിനെ പ്രഥമ കൂടം എന്ന് പറയുന്നു. നമ്മുടെ പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ ആദ്യത്തെ കൂടമാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ മുഖത്താണ് അല്ലെ. ഇതെല്ലാം മോക്ഷത്തിന് നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ ഭണ്ഡന്റെ സഹോദരന്മാര് 15 പേര്, ഇവര് രാത്രിയില് കപടയുദ്ധം നടത്തുന്നതായിട്ട് പറയുന്നുണ്ട്. മനുഷ്യന്റെ 30 വികാരങ്ങള് 15 പകൽ ആക്റ്റീവായിട്ടിരിക്കും, 15 പകല് ഡീആക്റ്റീവ് ആയിട്ടിരിക്കും. അപ്പൊ 28-ാം നാള് ആ ഒരു മഹാത്മ്യം, അതായത് പരാശക്തിയുടെ തിഥിനിത്യ ദേവികളെ
15 പേര് കാമേശ്വരി മുതൽ ചിത്ര വരെയുള്ള ശുക്ലപക്ഷം ഇവര് വന്ന് 15 ഭണ്ഡ സഹോദരന്മാരെ വധിച്ചു. അപ്പൊ പ്രാർത്ഥിച്ചില്ലെങ്കിലും ദേവി നമ്മളെ രക്ഷിക്കും അല്ലെ. ശുക്ലപക്ഷം എന്ന് പറഞ്ഞാൽ വെളിച്ചം, അമാവാസി എന്ന് പറഞ്ഞാൽ ഇരുട്ട്. അപ്പൊ അജ്ഞാനം ആണ് ഇരുട്ട്. അപ്പൊ ചിതഗ്നി കൊണ്ട് സംഭൂതയായിട്ടുള്ള ദേവി ഭണ്ഡനെ അജ്ഞാനത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നർത്ഥം. അപ്പൊ ഭണ്ഡൻ നമ്മുടെ ജീവനാണെന്ന് കണ്ടു അല്ലെ. അപ്പൊ ഭണ്ഡ യുദ്ധത്തില് ഭണ്ഡൻ ഒരു വിഘ്ന യന്ത്രം പ്രയോഗിച്ചതായിട്ട് പറയുന്നുണ്ട്. ഒരു വിഘ്ന യന്ത്രം, ഈ യന്ത്രം ആര് യുദ്ധത്തിന് വന്നാലും അവരുടെ ശക്തിയെ ഇല്ലാതാക്കും. ആർക്കും ആ യന്ത്രത്തിന് മുമ്പിൽ പോകാൻ പറ്റില്ല. അപ്പൊ ദേവി കാമേശ്വരന്റെ മുഖത്ത് നോക്കിയെന്നും വിഘ്നേശ്വരൻ വന്നുവെന്നും വിഘ്നയന്ത്രം ഉടച്ചവൻ വിഘ്നേശ്വരൻ. അപ്പൊ ശക്തിയുടെ 3 രഥങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം. ഇപ്പൊ 3 രഥങ്ങള് ഓടിക്കൊണ്ടേയിരിക്കണു അല്ലെ. 64,000 കോടി ദേവതകൾ ഇവിടെ. ദേവതകൾ എന്ന് പറഞ്ഞാല് ഈ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കണവര്. അപ്പൊ എല്ലാ യോഗിനികളും വന്നു ചേരും. ഭാസ്കരരായർക്ക് അറിയാമായിരുന്നു എല്ലാ യോഗിനിമാരുടെയും പേര്. അപ്പൊ ദേവി അദ്ദേഹത്തിന്റെ ഇടത്തു തോളിലിരുന്ന് എല്ലാം പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. വിഘ്നേശ്വരൻ 28 ബീജാക്ഷര മന്ത്രമുണ്ട്. 28 ചടങ്ങുകൾ ഇല്ലാതാക്കുന്ന മന്ത്രം. മനുഷ്യജന്മത്തിൽ നിന്ന് നമുക്ക് മുക്തി കൊടുക്കുന്ന മന്ത്രമാണ് ആ ഒരു ഗണപതി മന്ത്രം. അവിടെ തുടങ്ങി നമ്മൾ എന്താ ആ ഒരു പഞ്ചദശാക്ഷരി എന്ന് പറയുന്ന അതിലൂടെ സഞ്ചരിച്ച് ഷോഡശാക്ഷരി എന്ന് പറയുന്ന ശരീരത്തെ അതിക്രമിച്ച് നിൽക്കുന്ന മന്ത്രത്തിൽ എത്തിച്ചേരുക. ദേവിയുടെ 10 വിരലിൽ നിന്ന് വിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ വന്ന് ഭണ്ഡ സൈന്യത്തെ ഇല്ലാതാക്കി. അപ്പൊ നാരായണ മന്ത്രം ജീവപരമാണ്. പരമാത്മ ആ ഒരു കണക്ടിവിറ്റി മന്ത്രമാണ് നാരായണ. അതുകൊണ്ടാണ് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ എന്ന് നമ്മൾ 3 പ്രാവശ്യം ജപിക്കുന്നത്. കാരണം ആ 3 തലങ്ങള്, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ആ ഒരു സ്ഥൂല സൂക്ഷ്മ കാരണങ്ങള്, ഇതെല്ലാം തന്നെ 3 തലങ്ങളെ അതിക്രമിക്കണു. അപ്പൊ ദേവി ആ ആദ്യന്തരഹിതയാണ്. ഒരു നാൽക്കാലി 4 കാലുകളെ കുറിച്ച് അതിന് അറിയില്ല. അപ്പൊ ശരീരം, ജീവൻ, ആത്മാ, പരമാത്മാ ഇതൊക്കെ അറിയാൻ മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂ. മനുഷ്യൻ നാൽക്കാലിക്ക് തുല്യമായിട്ട് ഇത് അറിയാതിരിക്കുന്ന മനുഷ്യരെല്ലാം എന്താ ജന്തുക്കൾക്ക് സമമാണെന്ന് പറയണു. അവൻ 4 കാലുള്ള കട്ടിലില് ഉറങ്ങണു. അതിൽ നിന്ന് ഉണരുമ്പോഴാണ് മനുഷ്യജന്മമാകുന്ന ആ മീഡിയത്തിലൂടെ ആ ഒരു ഉയർന്ന ലോകങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ ഭണ്ഡന്റെയും ആ ഒരു എന്താ പറയാ പല വേഷമിട്ട് കളിച്ചെങ്കിലും ദേവി അവന്റെ എല്ലാ എന്താ പറയാ സൈന്യത്തെയും അവസാനം ഭണ്ഡനെയും ഇല്ലാതാക്കി. അവന് കാമേശ്വരാസ്ത്രം കൊണ്ട് ശിവബോധത്തെ ഉണ്ടാക്കി കൊടുത്തു. എന്താണ് നമ്മൾ ഇന്ന് മനസ്സിലാകുന്നത്? ത്യാഗത്വമേക അമൃതത്വം അശ്നുതേ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ പറയുന്ന നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്ന ലോകത്ത് വരുന്നത് എന്തിനാണ്? നമ്മുടെ ഈ പാപങ്ങളെല്ലാം ഇല്ലാതാക്കാനും പുണ്യം സമ്പാദിക്കാനും വേണ്ടി മാത്രമാണ്. കാരണം ഇവിടെ ആരും പെർമനന്റ് അല്ല. ഇല്ല, ഇവിടെ നമ്മുടെ പ്രൈഡ്, ഈഗോ, ആ ഒരു ദ്വൈത വാസനകള് എല്ലാം തന്നെ നമ്മളെ വീണ്ടും വീണ്ടും ഇവിടെ ബന്ധിച്ചു നിർത്തും. ഈ അമ്മയാണ് പശുപാശ വിമോചിനി അല്ലെ. ദേവിക്ക് മാത്രമേ നമ്മളെ തിരിച്ച് ഈ സഫറിങ്ങിൽ നിന്ന്, നമ്മുടെ ദുഃഖത്തിൽ നിന്ന് നമുക്ക് ആ ഒരു അമ്മ എന്ന് പറയുന്ന തത്വം ഇല്ല, അമ്മയ്ക്ക് മാത്രമേ മക്കളോട് യഥാർത്ഥ സ്നേഹം ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മളെ ഇതിൽ നിന്നെല്ലാം മോചിപ്പിച്ച് നമുക്ക് ആ ഒരു ശിവലോകത്തെ തരുന്നവൾ. ഇപ്പൊ ദേവകള്, ഋഷികള്, ഇന്ദ്രൻ എല്ലാവരും ദേവിയെ നമസ്കരിച്ചു എന്ന് പറയണം. നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു എന്താ പറയാ ഭണ്ഡൻ എന്ന് പറയുന്ന ആളുടെ കഥ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ മനുഷ്യ ശരീരം എടുത്ത് നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ് അല്ലെ. ഈ കഥ തത്വത്തിന്റെ ആ ഒരു തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന ഉയർന്ന 1000 നാമങ്ങൾ, അതിൽ ഒരു നാമം എടുത്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കി ജപിച്ചാൽ തന്നെ നമുക്ക് പൂർണ്ണമായിരിക്കുന്ന മുക്തി നൽകുന്ന, കാമാക്ഷിയായിട്ടിരിക്കുന്ന, കാമദായിനിയായിരിക്കുന്ന അല്ലെ ഈ പ്രപഞ്ചത്തിന്റെയും പ്രപഞ്ച വസ്തുക്കളുടെയും ചരങ്ങളുടെയും അചരങ്ങളുടെയും എല്ലാം അമ്മയായിട്ടിരിക്കുന്ന, ജഗദംബികയായിരിക്കുന്ന പരാശക്തിയുടെ പാദങ്ങളില് നമുക്ക് വരുന്നത്, വരാത്തത്, അറിയുന്നത്, അറിയാത്തത് അല്ലെ, കണ്ടത്, കാണാത്തത്, പുണ്യപാപങ്ങള് എല്ലാത്തിനെയും സമർപ്പിച്ച് സർവവും അമ്മയുടെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെ നമ്മൾ എവിടെയൊക്കെയാണോ ചിന്തിക്കുന്നത്, എത്ര മനോമതീയം, എവിടെയൊക്കെയാണോ നമ്മുടെ മനസ്സ് പോകുന്നത്, തത്ര തവസ്വരൂപം. മനസ്സ് പോകുന്നിടത്ത് അമ്മയല്ലാതെ വേറെ ഒന്നുമില്ല. എത്ര ശിരോമതീയം, എവിടെയൊക്കെ നമ്മൾ തലവെച്ച് കിടക്കുന്നു, തത്ര പദദ്വയം തേ. അമ്മയുടെ 2 പാദങ്ങളെ മാത്രം കണ്ടുകൊണ്ട് സകലതും ആ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് സകലതും ജഗദംബ അർപ്പണമസ്തു, സകലം ലളിതാർപ്പണമസ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കാം.
ഇത് പണ്ടന്റെ കഥയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കഥ തന്നെയാണ്. ഈ കഥ നമ്മുടെ ആത്മാവിലേക്കുള്ള പ്രയാണം നമ്മളെ പ്രബുദ്ധരാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.